മഹാകവി വള്ളത്തോൾ പാടുകയുണ്ടായി. ത്രേതായുഗത്തിലെ ശ്രീമിഥിലാപുരം ഭ്രാതാക്കന്മാരിതാ മുന്നിൽ കാണുമോ. അതുകൊണ്ട് ആ ശ്രീമിഥിലാപുരം പോയി കൊച്ചു സീതയെ കണ്ട് നമുക്ക് അവിടെ നടക്കുന്നതെല്ലാം എന്താണെന്ന് കാണാം. സങ്കല്പവായു വിമാനത്തിലേറിയാലും വള്ളത്തോൾ പറഞ്ഞത് ശ്രീമിഥിലയിലേക്കുള്ള യാത്രയെക്കുറിച്ചാണെങ്കിൽ നമുക്കിപ്പോൾ പറയാനുള്ളത്, ആലോചിക്കാനുള്ളത്, ഈ സങ്കല്പവായു വിമാനത്തിൽ രാമരാജ്യത്തിലേക്ക് പോയാലെന്താണ്, രാമരാജ്യത്തിൽ നടക്കുന്നത് എന്താണ്. അതുകൊണ്ട് പ്രേക്ഷകരെല്ലാം ഈ സങ്കല്പവായു വിമാനത്തിൽ കയറി വരിക. അങ്ങനെ വന്നാൽ നമുക്ക് രാമരാജ്യം കാണാൻ കഴിയും. രാമരാജ്യം അഭിവൃദ്ധിയിലും സന്തോഷത്തിലും സംതൃപ്തിയിലും അങ്ങനെ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ കാണാം. കർഷകർ പണി ചെയ്യുകയാണ്. വിത്തുകൾ വാരി പാവുന്നേ, പറിക്കുന്നേ ഞാറ് പറിക്കുന്നേ, കൊച്ചുങ്ങളുള്ള തള്ളമാര് കൊച്ചിനു പാല് കൊടുക്കണേ എന്ന് വാൽമീകി രാമായണത്തിൽ നിന്ന് ഊർജം കൊണ്ട് നമ്മുടെ നാടൻ കവികൾ പാടുകയുണ്ടായി. രാമരാജ്യത്തിൽ യന്ത്രവൽകൃത പണികൾ നടക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദങ്ങളെക്കുറിച്ച് വാൽമീകി പാടിയത് അധ്വാന ശക്തിയുടെ പാട്ടാണെന്നാണ്. അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കവി തിരുനെല്ലൂർ കരുണാകരൻ റാണി എന്ന കാവ്യത്തിൽ പാടുകയുണ്ടായി. റാട്ടുകൾ എപ്പോഴും അധ്വാന ശക്തി തൻ പാട്ടുപാടുന്നതു കേൾക്കാം. ഇങ്ങനെ ഈ അധ്വാന ശക്തിയുടെ ആ ഒരു പാട്ട്, പ്രകൃതി രമണീയതയുടെ ആ സൗന്ദര്യം, ഇതിലെല്ലാം മുങ്ങിക്കുളിച്ചിരിക്കുന്ന രാമരാജ്യത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ജനങ്ങളെല്ലാം സംതൃപ്തരായിരിക്കുന്ന ഈ സമയത്ത് രാമസഭ കൂടുകയാണ്. എന്താണ് രാമസഭയിൽ കൂടുമ്പോൾ അവിടെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മന്ത്രി പ്രമുഖന്മാർ വന്നിരുന്നു കഴിഞ്ഞു. അതിനു തൊട്ടു മുമ്പിലായി ഭരതൻ രാജ്യഭരണത്തെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്നതിന് വേണ്ടി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. മന്ത്രിമാരുടെ തൊട്ടുപുറകിലായി പൗരമുഖ്യച്ഛന്മാർ, ഗ്രാമീണികൾ നിരന്നു കഴിഞ്ഞു. അതിന് തൊട്ടു പുറകിലായിട്ട് കാഷായാംബരധാരികളായ സന്യാസിമാർ നിരന്നു കഴിഞ്ഞു. അവരെല്ലാം അവരവരുടെ സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി. അതാ ശ്രീരാമൻ തൻ്റെ അനിയന്മാരായ സൗമിത്രയും ശത്രുഘ്നനും സമേതനായി രാജ്യസഭയിലേക്ക് എഴുന്നള്ളുകയാണ്. വെൺകൊറ്റക്കുടയും വെൺചാമരവും പിടിച്ചിരിക്കുന്നത് സൗമിത്രിയും ശത്രുഘ്നനുമാണ്. എല്ലാവരും നിശബ്ദരായി എഴുന്നേറ്റു നിന്നു. പൂർണ്ണചന്ദ്രനെ പോലെ ശ്രീരാമൻ്റെ മുഖം തിളങ്ങി നിന്നു. ആ സഭയിൽ ശ്രീരാമൻ ഉപവിഷ്ടനായി കഴിഞ്ഞപ്പോൾ, സിംഹാസനാരൂഢനായി കഴിഞ്ഞപ്പോൾ എല്ലാവരും നിശബ്ദരായി അവരവരുടെ സ്ഥാനങ്ങളിലിരുന്നു. മന്ത്രിമാരെ ക്ഷണിച്ചു ഭരണപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനായി. അവർ നേരത്തെ എടുത്ത തീരുമാനങ്ങളും എന്തൊക്കെയായിരുന്നു എന്നും അത് എപ്രകാരം നടപ്പാക്കിയെന്നും സവിസ്തരം പ്രതിപാദിച്ചു. അത് കഴിഞ്ഞ് പൗരമുഖ്യച്ഛന്മാരെ വിളിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ എന്തു പറയാൻ, ഈ രാജ്യത്തെ മുഴുവനും ജനങ്ങളും സംതൃപ്തരാണ്. അവർ സന്തോഷിച്ച് ആനന്ദിച്ച് അവരെ കൊണ്ടാണ് ഈ കഠിനാധ്വാനങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ രാജ്യത്തിന് ശ്രീരാമചന്ദ്രൻ
രാജാവായി വന്നതിൽ എല്ലാവരും സന്തോഷിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ ഇടപെട്ടു. നിങ്ങൾ എന്നെ പുകഴ്ത്താതെ നിങ്ങൾ ചെയ്തതെന്താണ് എന്ന് പറയുക. നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ എപ്രകാരം ചെയ്തു അത് പറയുക. ഞങ്ങൾ ചാലുകൾ കീറി അണകൾ കെട്ടി അവർക്ക് ജലസേചനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ ആൽത്തറയുടെ ചുവട്ടിൽ കൂടി അത് അവലോകനം ചെയ്യുകയും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് കാഷായാംബരധാരികളായ സന്യാസിമാരെ വിളിച്ചു. അവർ പറഞ്ഞു, രാമരാമേതി ജപിക്കുകയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും ചുക്കുവെള്ളത്തിനും കൂടി പകരമായി രാമനെ തന്നെ എപ്പോഴും ധ്യാനിക്കുകയും ചെയ്യുകയാണ് അല്ലയോ മന്നവേന്ദ്ര. അങ്ങയുടെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നത് പോലെ തന്നെ ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇടയും മുഖം സംതൃപ്തിയിൽ തിളങ്ങി നിൽക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ അതെല്ലാം വേണ്ട വിധം കൈകാര്യം ചെയ്തതിന് ശേഷം അവസാനമായി വിളിച്ചു, ഭദ്രൻ എവിടെ? ഭദ്രൻ വരൂ. ഭദ്രനോടൊപ്പം മധുദത്തൻ, കശ്യപൻ, മാഗധൻ, കാലകൻ എന്നീ രഹസ്യ രാജകിങ്കരന്മാരും ഉണ്ടായിരുന്നു. ആ സംഘത്തോട് രാജാവ് പറഞ്ഞു, ഇവരെല്ലാം എന്നെ പുകഴ്ത്തുകയാണ്. എനിക്ക് പുകഴ്ത്തൽ കേൾക്കാൻ ആവശ്യമില്ല, അതിൽ താല്പര്യമില്ല. ഇകഴ്ത്തൽ വല്ലതുമുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അതുകൊണ്ട് ജനങ്ങൾ എല്ലാവരും എപ്രകാരമാണ് നമ്മുടെ ഭരണത്തെ വിലയിരുത്തുന്നത് എന്ന് പറയാം. അതിന് പറ്റിയ റിപ്പോർട്ടുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഭദ്രൻ, അതിലെ പ്രധാനിയായ ഭദ്രൻ അനങ്ങിയില്ല. അല്പനേരം കഴിഞ്ഞു പറഞ്ഞു, എന്ത് പറയാനാണ്, എല്ലാവരും സന്തോഷത്തിലാണ് പ്രഭു. അങ്ങയുടെ രാജ്യത്തെക്കുറിച്ച് എന്ത് അപശ്രുതി ഉണ്ടാകാനാണ്? അങ്ങനെ യാതൊരുവിധമായ ഒന്നും ഇല്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്നെ പുകഴ്ത്തി പറയുകയേ വേണ്ട, ഇകഴ്ത്തലുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ പറഞ്ഞു, വളരെ ഒരു നിസ്സാരമായ ഒരു കാര്യമുണ്ട്. ആ നിസ്സാരമായ കാര്യമാണെങ്കിൽ പറയൂ, അതും കേൾക്കണം. അത് ഒരു വസ്ത്രം അലക്കുന്നവൾ പറഞ്ഞതാണ്. വസ്ത്രം അലക്കുന്ന കാര്യം ഉപേക്ഷിക്കൂ, അവർ പറഞ്ഞതെന്താണെന്ന് പറയൂ. അവരുടെ ഭർത്താവിനോട് പറയുകയാണ്. ഭർത്താവ് ആ അലക്കുകാരിയെ ആയ ആ സ്ത്രീയെ വീട്ടിൽ കയറ്റുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ അടുത്ത വീട്ടുകാരൻ്റെ കൂടെയായിരുന്നു രാത്രിയിൽ താമസം. അപ്പോൾ അവർ കയറ്റാതിരുന്നപ്പോൾ അവരുടെ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ലങ്കയിൽ പലകാലം വച്ചിരുന്നവൾ തന്നെ ശങ്ക കൂടാതെ പരിഗ്രഹിച്ചതു രാമൻ. അങ്ങനെ രാമന് 1 വർഷം ലങ്കയിൽ അന്യൻ്റെ ഗൃഹത്തിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീയെ കൂടെ താമസിപ്പിക്കാമെങ്കിൽ ഞാൻ 1 ദിവസമല്ലേ അന്യൻ്റെ കൂടെ താമസിച്ചുള്ളൂ. ശ്രീരാമചന്ദ്രൻ ഞെട്ടിപ്പോയി. മനസ്സല്ലാതെ ഉലച്ചതുപോലെ നിശബ്ദനായി. ആ സഭയിൽ ഒരു മുട്ടുസൂചി പോലും വീണാൽ അറിയാം, അത്രയ്ക്ക് നിശബ്ദമായി. നിർവികാരനായി, നിർനിമേഷനായി അദ്ദേഹം എഴുന്നേറ്റു. രാജ്യസഭയിലെ എല്ലാവരും എഴുന്നേറ്റു നിന്നു. അദ്ദേഹം ആജ്ഞാപിച്ചു, കൊണ്ടുവരൂ ഭദ്രന് കൊടുക്കുവാനുള്ള പാരിതോഷികങ്ങൾ. എത്ര ശ്രദ്ധയോടും താല്പര്യത്തോടും അർപ്പണബോധത്തോടും കൂടിയാണ് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രതികരണം അറിയാൻ ശ്രമിച്ചിട്ടുള്ളത്. അവർ നൽകിയ റിപ്പോർട്ടിൽ നാം സംതൃപ്തരാണ്. അതുകൊണ്ട് അവർക്ക് പാരിതോഷികങ്ങൾ നൽകുക. പാരിതോഷികങ്ങൾ ശ്രീരാമൻ്റെ കൈകൊണ്ട് തന്നെ അവർക്ക് നൽകി. ശ്രീരാമൻ അത് കഴിഞ്ഞ ശേഷം
അക്ഷോഭ്യനായി തൻ്റെ ചിന്താഗൃഹത്തിലുള്ള ഉറക്കറയിലേക്ക് നടന്നകന്നു.